ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടക്കച്ചർ റെസിപ്പീസ്. ഇന്നൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു നാടൻ ചെമ്മീൻ കറിയാണിത്. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 500 ഗ്രാം ചെമ്മീൻ. അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് ഇടുക. നമുക്കൊരു മാരിനേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ബൗളിലേക്ക് ചേർത്തതിന് ശേഷം ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടിത് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാൻ മറന്നുപോയി. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ആയാലും മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാം. നാടൻ കറി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. 3 ടീസ്പൂൺ എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ വളരെ നേരിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ചെമ്മീൻ കല്ലിച്ച് പോവും. അപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായി കഴിഞ്ഞപ്പോൾ വേപ്പില ചേർത്തു. വേപ്പില ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റുക. സവാള ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. പിന്നെ ഞാൻ 2 പച്ചമുളക് മുഴുവത്തോട് ചേർക്കുന്നുണ്ട്, കട്ട് ചെയ്യാതെ. പച്ചമുളകിൻ്റെ എരിവ് അറിയാതിരിക്കാനാണ് മുഴുവത്തോടെ ഇട്ടത്. നിങ്ങൾക്കത് കട്ട് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സവാള മുരിഞ്ഞു തുടങ്ങുന്നത് വരെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ പച്ചമുളകൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്, സവാള മുരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചതും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സവാള മുരിഞ്ഞു തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഒരു 3 മിനിറ്റ് വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യണം. കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. മീഡിയം ഹീറ്റിൽ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. അതിനുശേഷം ഗ്രേവിക്ക് വേണ്ട വെള്ളം ചേർക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് ഈ മസാല നന്നായിട്ടൊന്ന് അഴിപ്പിച്ചതിന് ശേഷം ബാക്കി വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് നീട്ടിയെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. മീഡിയം ഹീറ്റിൽ തന്നെ കുക്ക് ചെയ്യണം. ഇപ്പോൾ 5 മിനിറ്റ് നന്നായിട്ട് തിളച്ച് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. ഉപ്പ് പോരെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്തിട്ട് ഗ്രേവിയുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ ചെമ്മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ച്
ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു നാടൻ ചെമ്മീൻ കറിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.